ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡോക്ടർ, ബാപ്പച്ചിക്ക് ആ സുബൈറിന്റെ മോളല്ലേ? അതെ. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം നാഡീഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട്. അത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു. അയ്യോ ഷമൻ, നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പോക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ഇതിപ്പോ എന്റെ മാത്രം കാര്യമായി പോയല്ലോ. എനിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടെ സ്വാർത്ഥത കാണിച്ചത് ആരാ? ഞാനോ നീയോ അതോ അമ്മയോ? പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഷമേ, നിന്റെ ജീവിതം നീ തന്നെ കൈവിട്ട് കളയ. അതിന് ഞങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, ഞാൻ തന്നെയാ എന്റെ ജീവിതം കളഞ്ഞു കുളിക്കുന്നത്, നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തത് എനിക്കാണല്ലോ. ഷാമേ, ആരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ? ഉള്ളയാള് എന്നെ പോലും വേണ്ടാതെ സ്റ്റേഷനിൽ പോയി കിടക്കുക. അയാളെ അവിടെ നിറക്കി നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിന് എന്നെ സഹായിക്കാൻ പറ്റുന്നവരുടെ മുന്നിലൊക്കെ ഞാൻ പോയി കൈനീട്ടി നിൽക്കുന്നെ. രോഹിത്തിന്റെ സ്വഭാവം വെച്ച് ആരും രോഹിത്തിനെ സഹായിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. നാളെ രോഹിത്തിനെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് ജാമ്യത്തിലെടുക്കാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ രോഹിത് എന്നേക്കുമായിട്ട് അകത്താം. രോഹിത്തിന്റെ കൂട്ടത്തിൽ കൂടിയ ആൾക്കാരൊന്നും ഇപ്പൊ രോഹിത്തിന്റെ കൂടെ ഇല്ല. രോഹിത്തിനെ ഇപ്പൊ സഹായിക്കാൻ പറ്റിയ ചിലപ്പോ രോഹിത് നന്നായാലോ. സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്ക്, ഇല്ലെങ്കിൽ ഞാൻ എന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചോളാം. മോളെ, ഏത് രീതിയിലാണെങ്കിലും രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കണം. അക്കാര്യം തന്നെയാ ഞാനും ആലോചിക്കുന്നത്. ആലോചിച്ച മാത്രം പോരാ, കാര്യം നടക്കണം. ഇല്ലെങ്കിൽ ആജീവനാന്ത കാലം നിനക്ക് ദൈവള് ശത്രുവായിട്ട് മാറുവേ. എന്റെ മക്കൾ പരസ്പരം പോരടിച്ച് ജീവിക്കുന്നത് കാണാനുള്ള മനക്കെട്ടിയൊന്നും എന്റെ മനസ്സിനില്ല. മോളെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടെങ്കിൽ നീ അത് ചെയ്യണം. രോഹിത്തിനെ ജാമ്യത്തിൽ ഇറക്കുന്നത് നീ തന്നെ ആയിരിക്കണം. ഇല്ലെങ്കിൽ ശ്യാമ നമ്മളിൽ നിന്ന് ഒരുപാട് അകന്നു പോവും. അത് ഉറപ്പാ. മാഡം, ആനു, നാളെ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യണം. യെസ് മാഡം. പാപ്പച്ചി എന്തെങ്കിലും പറയോ മറ്റോ ചെയ്തോ? എന്തെങ്കിലും വേണോന്ന് വല്ലതും പറഞ്ഞായിരുന്നോ? എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പറയാം. പാപ്പച്ചിയുടെ കാര്യം ഓർത്തിട്ട് വല്ലാത്ത ടെൻഷൻ. അനൂപിനെ വിളിക്കാൻ തുടങ്ങായിരുന്നു ഞാൻ. എന്താ ഉണ്ടായത്? അത് പിന്നെ ബാപ്പച്ചി തലയിടിച്ച് വീണതാ കുളിമുറിയില്. അയ്യോ ബാപ്പച്ചി, കയറിപ്പോ സ്ലിപ്പായതായിരിക്കുമല്ലേ? അതെ. എന്താടോ ഇത്? താൻ ആകെ വല്ലാതായി. ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ അറിഞ്ഞാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവും. ബാപ്പച്ചിയുടെ ബുദ്ധിമുട്ട് ഞാൻ കണ്ടതല്ലേ.
ഡോക്ടർ ബാപ്പച്ചിക്ക് ആ സുബൈറിന്റെ മോളല്ലേ? അതെ. വീഴ്ചയിൽ തലക്കേറ്റ ക്ഷതം നാഡീഞരമ്പുകളെ ബാധിച്ചിട്ടുണ്ട്. അത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടത്തെയും സാരമായി ബാധിച്ചിരിക്കുന്നു. അയ്യോ, ഡോക്ടർ പേടിക്കേണ്ടതായിട്ട് വല്ലതും? അതിപ്പോ ചില കേസുകളിൽ ഇങ്ങനെ സംഭവിക്കാവുന്നതാണ്. സെറിബെല്ലത്തില് ഒരു സ്ട്രോക്ക് കാണുന്നുണ്ട്. അതുകൊണ്ട് പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാനാവില്ല. ഡോക്ടർ ബാപ്പച്ചി എപ്പോ? ടേക്ക് ഇറ്റ് ഈസി. ജീവിതകാലം മുഴുവൻ ബാപ്പച്ചി അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഏത് നിമിഷവും ഒരു മിറാക്കിൾ സംഭവിക്കാം. പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മാറാത്തതായി ഒന്നുമില്ല കുട്ടി. സങ്കീർണമായ ജീവിത പ്രശ്നങ്ങൾക്കെതിരെ നമുക്കടുത്ത് ഉപയോഗിക്കാവുന്ന ആയുധവും പ്രാർത്ഥന തന്നെയാണ്. എന്താടോ ഇത്? എന്തു വന്നാലും ഫേസ് ചെയ്യണമെന്ന് എന്നോട് എപ്പോഴും പറയുന്ന ആളാണ്. കൊച്ചു കുട്ടികളെ പോലെ നിന്ന് കരയുന്നേ. ഒക്കെ സുഖമാവും. തന്റെ പാപ്പച്ചിക്ക് ഒരു അബദ്ധം വരില്ല. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആയുധം. തന്റെ പാപ്പച്ചിക്ക് സുഖാവാൻ വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. സുബേറിന്റെ ബന്ധുക്കൾ ഞങ്ങളാ ഫാർമസി പോയി ഈ മെഡിസിൻ ഒന്ന് വാങ്ങണം. ആ, ഞാൻ വാങ്ങിവരാം. വാങ്ങിയിട്ട് വരാം. ഞാനത് അല്പം താമസിച്ചല്ലേ, സോറി, കുറച്ച് തിരക്കായി പോയി. പിന്നെ മദ്യക്കുപ്പി മാത്രമല്ലേ വിഷയമായിട്ടുള്ളൂ? മറ്റൊന്നും എതിർഭാഗം ആരോപിക്കാൻ സാധ്യതയില്ലല്ലോ? ഇല്ല, മറ്റൊന്നും അവിടുന്ന് പോലീസ് കണ്ടെടുത്തിട്ടില്ലല്ലോ. ഉറപ്പല്ലേ? ഇല്ല, അതെനിക്ക് ഉറപ്പാ. അല്ല, ഇനി ഉണ്ടെന്ന് ആരോപിച്ചാലും അത് നമുക്ക് വേറെ വഴിയിലൂടെ ലോക്കാക്കാം. ബ്രഹ്മാവിനാണോ ആയുസിന് പഞ്ഞം, അല്ലേ അനു? സമയത്തിന്റെ കാര്യത്തില് വക്കീൽ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ തന്നെ എത്ര നേരമായി ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ഡോൺ വറി, ഈ കേസ് വിളിക്കുന്നതിനൊരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടാവുകയും ജാമ്യം വാങ്ങിച്ചെടുക്കുകയും ചെയ്യും. ചെയ്യണം. ഇല്ലെങ്കിൽ അറിയാലോ, കളക്ടർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കേസാ ഇത്. അതുകൊണ്ടല്ലേ എന്റെ തിരക്കുകൾക്കിടയിൽ ഞാനിത് ഏറ്റത്. പിന്നെ ആള് വെടിപ്പാണല്ലോ അല്ലേ? അനുവിന്റെ വിശ്വാസത്തിലാ ഞാനെല്ലാം ഏറ്റിരിക്കുന്നത്. വാറ്റെന്ന് കേൾക്കുമ്പോഴേ ജഡ്ജിയുടെ നെറ്റി ചുളിയും. രോഹിത്